ഹായ് കൂട്ടുകാരെ, എല്ലാവർക്കും കാവ്യ ഫാമിലി വ്ളോഗ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. എന്തൊക്കെയാണ് വിശേഷങ്ങൾ? സുഖമല്ലേ? എല്ലാവർക്കും നല്ലൊരു ദിവസം നേരുന്നു. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് എൻ്റെ ഒരു മോർണിംഗ് റൂട്ടീനാണ് കാണിക്കുന്നത്. എന്നും ഇങ്ങനെ തന്നെയായിരിക്കും. അപ്പോൾ രാവിലെ തന്നെ ഇച്ചിരി കട്ടൻ ചായയൊക്കെ തിളപ്പിച്ച് വെച്ചിട്ട് പോകാമെന്ന് വെച്ചു. അച്ഛനും അമ്മയ്ക്കും ഇന്ന് വെട്ടും കാര്യങ്ങളൊന്നും ഇല്ലാത്തതുകൊണ്ട് അവർ വീട്ടിലുണ്ട്. അപ്പോൾ വേറെ കാര്യങ്ങളും പരിപാടികളൊന്നുമില്ല. കട്ടൻ ചായ ഉണ്ടാക്കി വെച്ചേക്കാമെന്ന് വെച്ചു. അപ്പോൾ ഏട്ടനും കൊടുക്കണം. ഏട്ടനാണ് എന്നെ രാവിലെ കൊണ്ടുവിടുന്നത്. അപ്പോൾ ഏട്ടനും അതൊക്കെ കൊടുത്ത് കുടിപ്പിച്ചിരുത്തി കഴിഞ്ഞാൽ പോകാൻ നേരം ഒരു ഉഷാറാവുമല്ലോ. അപ്പോൾ രാവിലെ ഫേസൊക്കെ നല്ല രീതിയിൽ വാഷ് ചെയ്ത് ഞാൻ ഒലയുടെ ഫേസ് വാഷും സൺസ്ക്രീനും ഒക്കെയാണ് യൂസ് ചെയ്യുന്നത്. അതൊക്കെ യൂസ് ചെയ്ത് നമ്മൾ ഒന്ന് വെട്ടിത്തിളങ്ങണമല്ലോ. അങ്ങനെ മേക്കപ്പും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് മേക്കപ്പും കാര്യങ്ങളൊന്നുമല്ല, ഇങ്ങനെ ഫേസൊക്കെ വാഷ് ചെയ്ത് വൃത്തിയാക്കി മെനയാക്കി നമ്മൾ പോകാൻ തയ്യാറായി. ഇത്തിരി ചായ ഞാനും കുടിക്കും കേട്ടോ, എനിക്കൊരു എനർജി വേണ്ടേ ഒന്ന് പോകാനായിട്ട്. അപ്പോൾ ആ പരിപാടികളെല്ലാം കഴിഞ്ഞു. മണിക്കുട്ടൻ നല്ല ഉറക്കമാണ്. അവൻ എണീക്കുന്നതിന് മുന്നേ എനിക്ക് ഇവിടുന്ന് സ്ഥലം വിടണം. അവൻ എണീറ്റ് കഴിഞ്ഞാൽ പിന്നെ എനിക്ക് പോക്ക് നടക്കത്തില്ല, ഒന്നും നടക്കത്തില്ല. അപ്പോൾ ചെറിയൊരു ഭാഗം മാത്രമേ ഞാൻ ജിമ്മിലെ ആയാലും ഞാൻ കാണിക്കുന്നുള്ളൂ. കാരണം നമ്മൾ അതിൻ്റെ ഇടയ്ക്ക് ഇപ്പം ഇതും കൂടെ നടക്കത്തില്ല. അപ്പോൾ കുറച്ച് 2-3 ഷോർട്സ് മാത്രമേ എടുത്തിട്ടുള്ളൂ. അപ്പോൾ അതൊക്കെ എല്ലാവരും കണ്ടോളൂ. പിന്നെ വെള്ളം കുപ്പി ടാർക്കി കാര്യങ്ങളൊക്കെ തയ്യാറാക്കി ഞാൻ പോകാനായിട്ട് റെഡിയായി. അപ്പോൾ നമുക്കിനി അങ്ങോട്ടേക്ക് പോകാം. ഏട്ടനെ വിളിച്ച് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് അങ്ങോട്ട് പോവാം. 5 മണിയായപ്പോൾ തന്നെ അച്ഛൻ അവിടെ കുമ്പിട്ടിരിക്കുന്ന കണ്ടു. അച്ഛൻ രാവിലെ 5 മണിയായപ്പോൾ എണ്ണീറ്റിട്ടുണ്ട്. ഇതിന് പുറകെ അമ്മ എണ്ണീക്കും. നല്ല ഇരുട്ടാണ്. നേരമൊക്കെ 5:15 കഴിഞ്ഞതേ ഉള്ളൂ. പിന്നെ ഏട്ടൻ മടിച്ച് എൻ്റെ കൂടെ വരുന്നു. ഇനി നെക്സ്റ്റ് മന്ത് മുതൽ ഏട്ടന് വരുന്നുണ്ടെന്ന് പറഞ്ഞു. പിന്നെ ഞങ്ങൾ കൂളായിട്ട് ഞങ്ങൾ പോകും. ആരെയും വിളിച്ചെണ്ണിപ്പിക്കേണ്ട കാര്യമില്ലല്ലോ. പൈസ കൊടുത്തായതുകൊണ്ട് നമ്മൾ തന്നെ ചാടി എണ്ണീറ്റോളും. രാവിലെ അതേ കണ്ട ഇഷ്ടം കൂട്ട ആൾക്കാരൊക്കെ നടക്കുന്നുണ്ട് ഇതുവഴിയൊക്കെ. നമ്മൾ നേരത്തെ നടക്കാൻ പോവുമായിരുന്നു, സൈക്ലിങ്ങിനും ഒക്കെ പോവുമായിരുന്നു. പിന്നെ അതൊക്കെ മാറ്റി കുറച്ച് ഡിലേ ആയപ്പോഴത്തേന് ഞങ്ങളെന്നാൽ പിന്നെ ജിമ്മ് തന്നെ നോക്കിയേക്കാന്ന് വെച്ചു. അങ്ങനെയാണ് ജിമ്മിൽ പോയത്. ആൾക്കാരൊക്കെ വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഇതൊക്കെയാണ് എൻ്റെ സർക്കസ്. ഇങ്ങനൊന്നും അല്ല, വീഡിയോയ്ക്ക് വേണ്ടി മാത്രം നല്ല രീതിയിൽ ചെയ്യുന്നു. പിന്നുള്ളതൊന്നും കാണിക്കാൻ പറ്റത്തില്ല. ബ്ലൂപ്പറൊക്കെ എടുക്കണം ഇതിൻ്റെയൊക്കെ. ഇതൊക്കെ ചെയ്ത് കഴിഞ്ഞ് വീട്ടിൽ വരെ വരുന്നതിന് നമുക്ക് കുഴപ്പമൊന്നുമില്ല. വീട്ടിൽ വന്നു കഴിഞ്ഞിട്ട് ഒരു സാധനം പോലും നമുക്ക് തലയുടെ മുകളിലോട്ട് പൊക്കാൻ പറ്റത്തില്ലാത്ത രീതിയിൽ വേദനയും കാര്യങ്ങളും ഒക്കെ ആയിരിക്കും. എന്തിരുന്നാലും കുഴപ്പമില്ല, നമുക്ക് ഒന്ന് സെറ്റാകണം. അതാണ് മെയിൻ. അപ്പോൾ ആ പോസ്റ്റ് കൂട്ടിയിലുള്ളത് നമ്മുടെ ടീംസാണ്, കല്ലേരി ടീംസ്. അപ്പോൾ ഒക്കെ നമ്മുടെ ചേച്ചിമാർ കൂട്ടുകാരൊക്കെയാണ്. അപ്പോൾ അവരുണ്ട്. പിന്നെ വേറെ 2-3 ടീംസും കൂടെ ഉണ്ട്. അപ്പോൾ ഞങ്ങളെല്ലാം കൂടെയാണ് ഞങ്ങൾ കാലത്ത് പോകുന്നത്. അതൊരു തരം വൈബ്. ഞങ്ങൾക്കായിട്ടൊരു സമയമെന്ന് പറയാൻ ഇതൊക്കെ ഉള്ളൂ. നമ്മുടെ കുറച്ച് സമയത്തെ സന്തോഷം കാര്യങ്ങളൊക്കെ. അപ്പോൾ വീട്ടിൽ വന്നു കഴിഞ്ഞാൽ 7 മണിയാകുമ്പോൾ വീട്ടിലെത്തും. മണിക്കുട്ടൻ എണീറ്റ് വന്നിട്ടുണ്ട്. മണിക്കുട്ടൻ ഇപ്പോൾ അച്ചമ്മപ്പൊന്നായതുകൊണ്ട് അച്ചമ്മയുടെ കീഴെ മാത്രമേ ഇരിക്കത്തുള്ളൂ. പിന്നെ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് എന്ന് പറയാനായിട്ട് ഞങ്ങൾക്ക് നൂലപ്പമായിരുന്നു. ഞങ്ങളെല്ലാം കഴിച്ച് കഴിഞ്ഞു. അത് കഴിഞ്ഞിട്ടാണ് പോയി വീഡിയോ എടുക്കുന്നത് കേട്ടോ. ഇപ്പോൾ കറിയും കാര്യങ്ങളൊക്കെ തീർന്നു. കിഴങ്ങ് കറിയും ചിക്കനും കൂടി ഇട്ടിട്ട് തേങ്ങ അരച്ച് കറി വെച്ചിട്ടുണ്ട്. കിഴങ്ങും ചിക്കനും ഇട്ടിട്ട് കറി വെച്ചിട്ടുണ്ട്. പിന്നെ ചിക്കൻ ഏട്ടന് കൊണ്ടുപോകാനായിട്ട് ഇത്തിരി വറുത്തതുണ്ടായിരുന്നു. പിന്നെ നൂലപ്പം, പിന്നെ ചായ. അപ്പോൾ അത്രയൊക്കെ കൊണ്ട് ഏട്ടൻ്റെ ലഞ്ച് ബോക്സൊക്കെ തയ്യാറാക്കി കൊടുത്തു വിട്ടിട്ടുണ്ട്. നൂലപ്പം അല്ല, ഏട്ടന് ചോറാ കൊടുത്തു വിട്ടു കേട്ടോ. ഇനി അടുത്ത ടാസ്ക് എന്ന് പറയുന്നത് മണിക്കുട്ടനെ അംഗൻവാടിയിൽ വിടണം എന്നുള്ളതാണ്. അച്ഛൻ രാവിലെ തന്നെ ചെടിക്ക് വെള്ളം ഒഴിക്കലും കാര്യങ്ങളും ഒക്കെയാണ്. ഇവനെ കുളിപ്പിച്ചൊരുക്കി കഴിപ്പിച്ച് വിടുന്നതാണ് ടാസ്ക്. സമയം നമുക്ക് ഇപ്പം തന്നെ അതിക്രമിച്ചു. ഒരുപാട് സമയമെടുക്കും. കാരണം ഇനി ഇപ്പോൾ LKG ചേർക്കണം. LKG ചേർക്കുമ്പോഴത്തേന് 8:20, അതായത് എൻ്റെ ഹസ്ബൻഡ് ഇറങ്ങി ജോലിക്ക് പോകുന്ന സമയത്ത് തന്നെ അവൻ്റെ സ്കൂൾ ബസ് പോകും. അപ്പോൾ 8:20 ഞാൻ ഇവനെ എങ്ങനെ തയ്യാറാക്കി എടുക്കും എന്നുള്ള ഒരു ഇതിലാണ് ഞാനിപ്പോൾ ഇരിക്കുന്നത്. കാരണം എണീക്കുന്നതേ ലേറ്റ്, ബാത്റൂമിൽ പോകുന്നതേ ലേറ്റ്, എല്ലാം കൊണ്ടും ലേറ്റാണ്. ഒരു ഓർഡറില്ലാത്ത ലൈഫായിപ്പോയി അവൻ്റേത്.
എങ്ങനെയൊക്കെ സെറ്റാക്കി എടുക്കണം. എണീറ്റ് കഴിഞ്ഞാൽ പിന്നെ കുഴപ്പമില്ല, ആൾ ഉഷാറാണ്. പിന്നെ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാനാണ് ഒരു പാട്. അപ്പോൾ ഏട്ടന് ഈ വീഡിയോ പിടിക്കുന്നത് കാര്യങ്ങളൊക്കെ ഭയങ്കര നാണമാണ്. പക്ഷെ പൈസ കിട്ടിക്കഴിഞ്ഞാൽ വലിയ സന്തോഷമാണ്. അതുകൊണ്ട് ഒന്നും പറയത്തില്ല, വീഡിയോയ്ക്ക് നിന്നോളും. അപ്പോൾ ഇതൊക്കെയാണ് എൻ്റെ വിശേഷങ്ങളും കാര്യങ്ങളുമൊക്കെ. ഞങ്ങളുടെ മാവൊക്കെ പൂത്തല്ല, മാവ് മാങ്ങയൊക്കെ ആയിട്ടുണ്ട്. അപ്പോൾ ഈ പ്രാവശ്യമൊക്കെ കുറവാണ്, ഇങ്ങനൊന്നും അല്ല ഞങ്ങളുടെ മാങ്ങ. അപ്പോൾ ഇതൊക്കെയാണ് എൻ്റെ വീഡിയോ. എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ആൻഡ് ഷെയർ, സബ്സ്ക്രൈബ്. അപ്പോൾ എല്ലാവർക്കും ടാറ്റ ബൈ ബൈ, സീ യു.